അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഹേ മൈ ഡിയേഴ്സ്, വെൽക്കം ടു എ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോ ഞാൻ കഫ്താന്റെ ഷോർട്സ് ഇട്ടപ്പോ എനിക്ക് 1-2 കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് എങ്ങനെയാ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന്. വളരെ ഈസിയാണ്. അപ്പൊ ഞാൻ എന്റെ സ്റ്റൈലിൽ എങ്ങനെയാ നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഷോൾ വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്തെടുക്കാന്നാണ്. അപ്പൊ ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് എന്റെ ഒരു ചുരിദാറിന്റെ ഷോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല, എനിക്ക് എന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വീതിയും നല്ല നീളമുണ്ട്. അപ്പൊ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നതെന്ന് നോക്കാം. വേറൊരു കാര്യം, എന്നെ പോലെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത, എന്നാൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ കട്ടിങ്ങിലോട്ട് കടക്കാം. ഇതുപോലെ നോർമൽ ഒരു ഷോൾ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ചീത്തവശം ഇട്ടിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ 4ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് ഇതിന്റെ കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. കഴുത്ത് മാത്രമേ നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കേണ്ടതുള്ളൂ. പിന്നെ നമുക്ക് ആം ഹോളും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്ക് എന്റെ അളവ് ബൈ ഹാർട്ട് ആണ്, അതുകൊണ്ടാണ് ഞാൻ അളവെടുത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് കഴുത്തിന്റെ അളവെടുക്കാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഏകദേശം പാകമായിട്ടുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് ഇതുപോലെ അളന്നെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് അത് വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഏത് ഷേപ്പാണ്, റൗണ്ടോ സ്ക്വയറോ ഏത് ഷേപ്പാ വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആം ഹോളും കൂടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുത്ത് വെട്ടിയെടുക്കുക. അപ്പൊ ഞാൻ കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്രോസ് പീസ് വെച്ചിട്ട് തിരിച്ചടിച്ചു കൊടുക്കാം. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് അടിച്ചു കൊടുക്കാം. ആകെ ഇതിൽ ചെയ്യേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് മറിച്ചിട്ടതിന് ശേഷം ഇത് ഒന്ന് മടക്കിയും കൂടി അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു. നമുക്കിനി ഇത് ഷേപ്പ് ചെയ്തും കൂടെ എടുക്കാം. നമുക്ക് നല്ല ഭാഗം വെച്ചിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നല്ല ഭാഗം വെച്ചിട്ടാണ് ഇത് ആ ഒരു മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തൂടെ ഇത് അടിച്ചെടുക്കുക. കഴിഞ്ഞു, നമ്മുടെ കഫ്താൻ റെഡി. അപ്പോ ഇതാണ് കേട്ടോ എന്റെ കഫ്താന്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഏതായാലും ഇഷ്ടമായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.